ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം ശബരിമല മാളികപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 887 നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 888 നാമം. ഓം വിപ്രരൂപായ നമ. വിപ്രരൂപത്തിലെ ആത്മജ്ഞാനിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ എന്നാണ്. അപ്പോൾ വിപ്രന്മാരെ അല്ലെങ്കിൽ ജ്ഞാനികളെ രൂപപ്പെടുത്തുന്നവൾ എന്നുള്ളൊരർത്ഥം കൊടുക്കാം. അപ്പോൾ ഈ നാമം അമ്മയുടെ തനത് സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനി 889 നാമം. ഓം വിശ്വഭ്രമണകാരിണ്യൈ നമ. വിശ്വത്തെ സ്വമായാശക്തി കൊണ്ട് വിഭ്രമിപ്പിക്കുന്നവൾ എന്നാണ്. അപ്പോൾ വിഭ്രമിപ്പിക്കുക എന്നുള്ളതിന് തെറ്റിദ്ധരിപ്പിക്കുക എന്നും വട്ടം ചുറ്റിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും പ്രസക്തമാണ് എന്നുള്ളതാണ്. ബ്രഹ്മാണ്ട കടാഹങ്ങളെ അമ്മാനമാടുന്ന മട്ടിൽ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നവളാണ് ദേവി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സത്യസ്ഥിതി മറച്ചു വെച്ച് കയറിൽ പാമ്പെന്ന മട്ടിൽ നാമരൂപാത്മകമായ വ്യവഹാരത്തിലൂടെ സംസാരിയെ വിഭ്രമിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ദേവി അങ്ങനെ ഭ്രമിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രപഞ്ച വ്യവഹാരത്തിനാണ്. ഭ്രമമൊഴിഞ്ഞവൻ നിഷ്ക്രിയനാണ്. പിന്നെ വ്യാപാരമില്ല. പ്രപഞ്ചചക്രം തിരിയുന്നത് വ്യാപാരത്തിലൂടെയാണല്ലോ. അപ്പോൾ വിശ്വം വിഷ്ണുർ വഷട്കാര എന്ന കോശാർത്ഥപ്രകാരം വിശ്വം വിഷ്ണുവുമാകാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാളികാപുരാണത്തിൽ നിന്നൊരു കഥ നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ വിഷ്ണു ഗരുഡാരൂഢനായിട്ട് സഞ്ചരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ കാമരൂപം എന്ന രാജ്യത്തിൽ നീലാചലം എന്നുള്ള പർവ്വതത്തിൽ കാമാംബ എന്നുള്ള സുന്ദരിയെ വിഷ്ണു കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ സന്ദർഭവശാല് വിഷ്ണു കാമാംബയെ ആദരിക്കാതെ യാത്ര തുടർന്നു എന്നാണ് കഥ. അപ്പോൾ കാമാംബ സാക്ഷാത് ദേവി തന്നെ ആയിരുന്നു എന്നാണ്. അപ്പോൾ തന്നെ അനാദരിച്ച വിഷ്ണുവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ദേവി നിശ്ചയിച്ചു എന്നാണ് പറയണേ. അപ്പോൾ നിമിഷങ്ങൾക്കകം വിഷ്ണു സമുദ്രത്തിൽ പതിച്ചു എന്നാണ്. അപ്പോൾ ഗരുഡനിൽ നിന്നും വിവരമറിഞ്ഞ ലക്ഷ്മി ദേവി പരിഭ്രമിച്ചു. ലക്ഷ്മി ദേവി ദേവിയെ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ സന്തുഷ്ടയായിട്ടുള്ള ദേവി വിഷ്ണുവിനെ നിരപായം രക്ഷിക്കുകയും ലക്ഷ്മി ദേവിക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ വിഷ്ണു ദേവിയെ വണങ്ങി ലക്ഷ്മിയോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്ന് കഥയിൽ പറയണു. അങ്ങനെ ദേവി വിഷ്ണുവിനും ഭ്രമണകാരിണിയായി എന്നാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാളികാപുരാണത്തിലെ കഥയുടെ ഒരു ഭാഗം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 890 നാമം. ഓം വിശ്വഗ്രാസായ നമ. വിശ്വത്തെ ഗ്രസിക്കുന്നവൾ എന്നാണ്. അപ്പം ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അല്ലേ. യത് പ്രയന്ത്യഭി സംവിശന്തി എന്നാണ്. അപ്പോൾ അതാണ് ശ്രുതി പ്രമാണം. ഉണ്ടായി നിലനിന്ന ജഗത്ത് ഏതിലേക്കാണോ പോയി മറയുന്നത് അതാണ് ബ്രഹ്മസ്വരൂപിണിയായ ദേവി എന്നാണ്. അപ്പോൾ അത്ത ചരാചരഗ്രഹണ എന്നുള്ള ബ്രഹ്മസൂത്രത്തിൻ്റെ താല്പര്യവും ഈ മന്ത്രത്തിൻ്റെ അർത്ഥമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മക്ഷത്രങ്ങൾ ആർക്ക് ഓദനമാകുന്നുവോ, മൃത്യു ആ ആൾക്ക് ഉപാസേചനമാകുന്നുവോ ആ ബ്രഹ്മത്തെ പറ്റിയിട്ടാണ് കഠോപനിഷത്ത് മന്ത്രം വിവരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. അതിവിടെ ഒന്നും കൂടി സ്മരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി 891 നാമം. ഓം വിദ്രുമാഭായൈ നമ. വിദ്രുമത്തിൻ്റെ ആഭ പോലെ ഉള്ള ആഭയോടുകൂടിയവൾ എന്നാണ്. അപ്പോൾ വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴമാണ്, ആഭ എന്ന് പറഞ്ഞാൽ ശോഭമാണ്. അപ്പോൾ അരുണവർണ്ണം കൊണ്ട് വിളങ്ങുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞാൽ അറിവാണ്, ജ്ഞാനം. ദ്രുമം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നാണ് അർത്ഥം. അപ്പോൾ ജ്ഞാനവൃക്ഷമായവൾ എന്നും ഒരർത്ഥം കൊടുക്കാം എന്നാണ്. പിന്നെ അത് പദം പിരിക്കുകയാണെങ്കിൽ വി അധികം ദ്രുമം, വിദ്രുമം, വിശേഷതരത്തിലുള്ള വൃക്ഷം. അത് കൽപ്പവൃക്ഷമാണല്ലോ. അപ്പോൾ അഭിഷ്ടവരപ്രദായിനിയായിട്ടുള്ള ദേവി കൽപ്പവൃക്ഷമാണ്. ആഭ എന്ന് പറഞ്ഞാൽ ശോഭ, കൽപ്പവൃക്ഷം പോലെ എല്ലാവർക്കും ആകർഷയായവൾ എന്ന നാമത്തിന് നമുക്ക് അർത്ഥം കൊടുക്കാം. ഇനി 892 നാമം. ഓം വൈഷ്ണവ്യൈ നമ. വിഷ്ണുസ്വരൂപിണി എന്നും വിഷ്ണുവിൻ്റെ മാതാവായവൾ എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പോൾ ദേവി പുരാണത്തിലെ ഈ നാമത്തെ നിർവചിക്കുന്നത് ശംഖചക്രഗദാധത്തെ വിഷ്ണുമാതാ തഥാരിഹ വിഷ്ണുരൂപാ തഥാ ദേവി വൈഷ്ണവീ തേന ഗീയതേ
ശത്രുസംഹാരക്ഷമയും ശംഖ്, ചക്രം, ഗദ തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചവളും വിഷ്ണുമാതാവും വിഷ്ണുരൂപിണിയുമായ ദേവി വൈഷ്ണവി എന്നുള്ള പേരിൽ സ്തുതിക്കപ്പെടുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി 893 നാമം. ഓം വിഷ്ണുരൂപിണ്യൈ നമഃ. വിഷ്ണുരൂപം, വിശ്വവ്യാപകമായ രൂപം, ആ രൂപത്തോട് കൂടിയവൾ എന്നാണ്. അപ്പോൾ പ്രപഞ്ചലീലയിൽ ദേവി 4 രൂപത്തിൽ ഭാസിക്കാറുണ്ട് അല്ലേ. 1 ഭോഗരൂപിണിയായ ഭവാനി, 2 പോരാളിയായി നിൽക്കുന്ന ദുർഗ, 3 ക്രോധാവിഷ്ടയായിട്ടുള്ള കാളി, 4 വിശ്വം നിറഞ്ഞ വിഷ്ണുരൂപിണി എന്നാണ്. അപ്പോൾ ആദ്യാശക്തിർമഹേശസ്യ ചതുർത്ഥാഭിന്ന വിഗ്രഹ ഭോഗേ ഭവാനി രൂപസ ദുർഗാരൂപാജ സങ്കരേ കോപേജ കാളികാരൂപ പും രൂപാജ മതാത്മിക എന്നാണ്. അപ്പോൾ മതാത്മിക എന്നുള്ളത് വിഷ്ണുവിൻ്റെ വാക്കായിട്ട് എൻ്റെ രൂപത്തിൽ എന്നുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെ വിഷ്ണു സ്വരൂപിണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂർമ്മപുരാണത്തിൽ ശ്രീ മഹാദേവൻ തൻ്റെ വിശ്വരൂപം മങ്കണകന് കാണിച്ചു കൊടുത്തപ്പോൾ ശിവപാർശ്വങ്ങളിൽ ഉജ്ജ്വലിച്ച് നിൽക്കുന്ന ഘോരരൂപിണി ആരാണെന്ന് മങ്കണകൻ ചോദിച്ചു എന്നാണ്. അപ്പോൾ ശിവൻ അതിന് മറുപടിയായിട്ട് പറയുന്നു, അവൾ എൻ്റെ പരമമായ മായാശക്തിയും ത്രിഗുണാത്മീയമായ പ്രകൃതിയാണ്. അവളെ വിശ്വയോനി എന്ന് മുനിമാർ വിളിക്കുന്നു. വിശ്വത്തെ അറിയുന്നവളും വിശ്വത്തെ മോഹിപ്പിക്കുന്നവളുമായ അവൾ നാരായണനാകുന്നു, അല്ലെങ്കിൽ വിഷ്ണു ആകുന്നു എന്ന് ശിവൻ മങ്കണകന് പറഞ്ഞു കൊടുത്തതായിട്ടാണ് അതിൽ കാണുന്നത്. ഇനി 894 നാമം. ഓം അയോനിയൈ നമഃ. ഉൽപ്പത്തിയില്ലാത്തവൾ എന്നാണ്. അപ്പോൾ ഉൽപ്പത്തിയില്ലാത്തത് കൊണ്ട് തന്നെ നാശവുമില്ല. അപ്പോൾ വാസസ്ഥാനമില്ലാത്തവൾ, അപരിമിത. എന്ന് പറഞ്ഞാൽ വിഷ്ണു യോനി, ഉത്ഭവസ്ഥാനം. അതേപോലെ വിഷ്ണുവിന് ഉത്ഭവസ്ഥാനമായവൾ, ത്രിമൂർത്തികൾ പോലും ദേവിയിൽ നിന്നുണ്ടായി നിലനിന്ന് നശിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. ഇനി 895 നാമം. ഓം യോനി നിലയായൈ നമഃ. സകല ഉത്പത്തികൾക്കും നിലയമായവൾ. നിലയം എന്ന് പറഞ്ഞാൽ ഇവിടെ അധിഷ്ഠാനം എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. അപ്പോൾ യാദവോ ഇമാനി ഭൂതാനി ജായന്തേ എന്നാണ് ശ്രുതി പ്രമാണം തന്നെ. അപ്പോൾ ഈ ഭൂതവസ്തുക്കളൊക്കെ ആരിൽ നിന്നും ഉണ്ടായിരിക്കുന്നുവോ ആ പരാശക്തിയാണ് ദേവി എന്നാണ്. അപ്പോൾ മൂലപ്രകൃതിക്ക് കാരണമായിട്ട് നിൽക്കുന്നവളാണ് ദേവി അല്ലേ. അപ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന് പോലും ആശ്രയസ്ഥാനമായവളാണ് ദേവി എന്നാണ്. അപ്പോൾ ശ്രീചക്രത്തിലെ ത്രികോണചക്രത്തിലെ ബിന്ദുരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്നും യോനി നിലയ എന്നുള്ള നാമത്തിന് നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഇനി 896 നാമം. ഓം കൂടസ്ഥായൈ നമഃ. കൂടം പോലെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നവൾ. ആ നിലയിൽ ഇരുമ്പ് പഴുപ്പിച്ച് തല്ലാനുള്ള ഇരുമ്പ് കുറ്റിയാണ് കൂടം എന്ന് പറയണത് അല്ലേ. അതിന് മേലെ എത്ര പഴുപ്പിച്ച ഇരുമ്പ് വെച്ചാൽ തല്ലിയാലും കൂടത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാണ്. അതുപോലെ പ്രാപഞ്ചിക വിഷയങ്ങളുടെ ആഘാതമൊന്നും ഏൽക്കാത്ത അനശ്വര വസ്തുവാണ് കൂടം പോലെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്വരൂപിണിയായ ദേവി എന്നാണ്. അപ്പോൾ കൂടത്തിന് അജ്ഞാനമെന്ന അർത്ഥം എടുക്കാം. അജ്ഞാനത്താൽ മറയപ്പെട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥവും ഇവിടെ പ്രസക്തമാണ്. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ എന്നാണ്. അജ്ഞാനത്തിൽ ജ്ഞാനസ്വരൂപം മൂടപ്പെട്ടിരിക്കുന്നു, അതിനാലാണ് ജനങ്ങൾ ഇരുളിൽ തപ്പുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പോൾ കൂടം എന്ന് പറഞ്ഞാൽ കൊടുമുടിയാകാം. അപ്പോൾ കൊടുമുടികളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ മലമുകളിലാണ് ദേവീപീഠങ്ങൾ കൂടുതലും. അപ്പോൾ കൂടത്തിനാണ് ലോകമെന്നും പറയാം. ലോകങ്ങളെ മുഴുവൻ തന്നിൽ ഉറപ്പിച്ചു നിർത്തുന്നവൾ എന്ന് നാമത്തിനർത്ഥം വരും. അപ്പോൾ പഞ്ചദശീ മന്ത്രത്തിലെ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം ഇവയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഒരർത്ഥം വരും. അപ്പോൾ പ്രധാനം തന്നെ കൂടത്തിന് വാതിൽ എന്നുള്ളൊരർത്ഥവും കാണുന്നുണ്ട്. അപ്പോൾ കൂടം യന്ത്രേ അന്യതേ രാശൗ നിശ്ചലേ ലോഹമുദ്ഗരേ പുരദ്വാരേജ ശംസന്തി എന്നാണ് കോശത്തിൽ അതിന് അർത്ഥമായിട്ട് കാണുന്നത്. അപ്പോൾ ശ്രീചക്രത്തിലെ ത്രികോണത്തിൻ്റെ വാതിലിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ആ മന്ത്രത്തിന് നമുക്കൊരർത്ഥം എടുക്കാം എന്നാണ്. അപ്പോൾ അത് തന്ത്രശാസ്ത്രപ്രകാരമാണ് ആ അർത്ഥം കിട്ടുന്നത്. ഇനി 897 നാമം. ഓം കുളരൂപിണ്യൈ നമഃ.
കുളമാർഗം രൂപം പൂണ്ടവൾ എന്നാണ്. അപ്പോൾ കുളന്മാരെന്ന് പറഞ്ഞാൽ ശാക്തേയന്മാരാണ്. അപ്പോൾ അവരുടെ മാർഗമാണ് കൗളമാർഗം എന്ന് പറയുന്നത്. ആ കൗളമാർഗ സ്വരൂപിണിയായ ദേവി കുളരൂപിണി എന്ന് നമ്മൾ പറയണമെന്നാണ്. അപ്പോൾ കുളം അല്ലെങ്കിൽ കുലം, കുളത്തെപ്പറ്റി നേരത്തെ നമ്മൾ ഒരുപാട് വിവരിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ 898 നാമം ഓം വീരഗോഷ്ഠിപ്രിയായൈ നമ. വീരയോദ്ധാക്കളുടെ ശിബിരങ്ങളെ അല്ലെങ്കിൽ കുടീരങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ്. അപ്പോൾ വീരന്മാരുടെ ഗോഷ്ഠി ആണ് വീരഗോഷ്ഠി. ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭയാണ്. അപ്പോൾ വീരന്മാരായ യോദ്ധാക്കൾ തന്നെ ആകണമെന്നില്ല. മുമ്പ് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാരും മേധാവികളും ഭരണനിപുണന്മാരും കവിശ്രേഷ്ഠന്മാരും ഒക്കെ വീരന്മാരാണ്. അവരുടെയൊക്കെ വേദികളിൽ ദേവി സമാരാധ്യ ആയതുകൊണ്ട് അത്തരം വേദികളിലൊക്കെ ദേവിക്ക് പ്രത്യേക പ്രതിപത്തിയുണ്ട് എന്നുള്ള അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. ഇനി 899 നാമം ഓം വീരായൈ നമ. പ്രതാപശാലിയായവൾ എന്നാണ്. അപ്പോൾ പതിപുത്രവതി വീര എന്നാണ് നാമമാല തന്നെ. അപ്പോൾ പ്രഗത്ഭന്മാരായ പുത്രന്മാരും അല്ലെങ്കിൽ പുത്രികളും ശ്രേഷ്ഠനായ ഭർത്താവുമുള്ളവളാണ് വീര എന്നാണ്. അപ്പോൾ സേനാനിയായ സുബ്രഹ്മണ്യനും വിഘ്നേശ്വരനായ ഗണപതിയും ദാരികനെ വധിച്ച കാളിയും മക്കളായും കാളകൂടവിഷം കാളകൂടവിഷം ഊണ് കഴിച്ച് അല്ലെങ്കിൽ കാളകൂടവിഷം കുടിച്ച് ത്രിപുരങ്ങളെ ചുട്ടരിച്ച കാലകാലനായിട്ടുള്ള ശിവൻ ഭർത്താവുമായിട്ടുള്ള ദേവി വീരകളിൽ അദ്വിതീയയാണ് എന്ന് നമുക്ക് പ്രത്യേകം വർണ്ണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി 900 നാമം ഓം നൈഷ്കർമ്മ്യായൈ നമ. കർമ്മോപേക്ഷ ഇല്ലാത്തവൾ എന്നാണ്. അപ്പം നാമേ പാർത്ഥസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വാർത്ത ഏവജ കർമ്മണി എന്ന് ഗീതയിൽ ഭഗവാൻ 3-ാം അധ്യായത്തിൽ നമ്മളോട് പറയാനില്ലേ. ഭഗവാന്റെ ഈ വാക്കുകളാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്മരിക്കേണ്ടത് എന്നാണ്. കാരണം എല്ലാം ചെയ്യുന്ന ദേവി ഒന്നിലും കർമാപേക്ഷ അല്ലെങ്കിൽ ഫലകാംക്ഷ പുലർത്തുന്നില്ല എന്നാണ്. സ്വകീയമായിട്ട് ഫലാഭിലാഷം ഇല്ലാതെ ചെയ്യുന്ന കർമ്മം അകർമ്മം എന്ന് ഗീത പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദേവിയുടെ എല്ലാ കർമ്മങ്ങളും പരനന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ത്യക്താ കർമ്മഫലസംഗമം നിത്യാതൃപ്ത നിരാശ്രയ കർമ്മണ്യാഭിപ്രവർത്തോപി നൈവ കിഞ്ചിത് കരോതിസ എന്ന ഗീതയിൽ 4-ാം അധ്യായത്തിൽ വീണ്ടും ഭഗവാൻ പറയുന്നു. അപ്പോൾ ദേവിക്ക് 3 ലോകങ്ങളിലും ഒന്നും നേടുവാനില്ല എന്നാണ്. ഒന്നും ചെയ്യേണ്ടതായിട്ടുമില്ല. എന്നിട്ടും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലും സർവാഭിഷ്ടപ്രധാനങ്ങളിലും ദേവി മുഴുകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഫലകാംക്ഷയില്ലാത്ത ആ കർമ്മം ഒന്നും കർമ്മമല്ലാത്തതിനാൽ ദേവി നിഷ്കർമ്മ്യ എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു എന്നാണ്. അങ്ങനെ സൂര്യൻ്റെ 9ാമത്തെ കലയായ ബോധിനി കലയിലെ 100 നാമങ്ങളും നമ്മളിവിടെ പഠിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി 901 നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഓം